വെള്ളാപ്പള്ളി നടേശൻ്റെ ഇൻറ്റൻഷൻ അത്ര ക്ലിയറാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം CPIയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ കൂടുതലും പൊക്കിക്കൊണ്ട് നടക്കുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാറിന് നമ്മളൊരു കാര്യം പറയാറുണ്ട്, അതായത് ഈ ഒന്നുകിൽ നേർക്ക് നിന്ന് അടിച്ചു തോൽപ്പിക്കുക, അല്ലെങ്കിൽ കൂടെ നിന്ന് വലിച്ചു തോൽപ്പിക്കുക. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ്. ഇപ്പം തന്നെ CPM CPIയും തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ PMCU ഒക്കെ വന്നതിന് ശേഷം, അതുമാത്രമല്ല ഈ ബിനോയ് വിശ്വം വന്നതിന് ശേഷം തൊട്ട് ആ CPIക്കകത്ത് നടക്കുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഈ മുന്നണിയെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് ചില കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു ചെറിയ സംഘർഷം ഇപ്പം നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് കുറച്ചുകൂടെ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇയാൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ സഹായിക്കൂ. ആകെ തെരഞ്ഞെടുപ്പിനാകെ 2-3 മാസം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇത് ഒരിക്കലും CPMനെ പോലുള്ളൊരു പാർട്ടി ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അവർ തന്നെ സത്യസന്ധ ശരിക്കും പറഞ്ഞാൽ രംഗത്ത് വന്ന് ഇയാളെ തള്ളിപ്പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. അല്ല, അതിപ്പോൾ അങ്ങനെയാണ് ഇതുവരെ തള്ളിയിട്ടില്ല. കാരണം മലപ്പുറം പരാമർശം അടക്കമുള്ള തീവ്ര വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും CPM ഒന്നും തള്ളി പറഞ്ഞില്ല. മുഖ്യമന്ത്രി സ്വന്തം ഔദ്യോഗിക കാറിൽ കയറ്റിയാണ് വെള്ളാപ്പള്ളിയും കൊണ്ട് അയ്യപ്പ സംഗമത്തിനെത്തിയത്. അത് ഇപ്പം വെള്ളാപ്പള്ളിയെ അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ സർക്കാരിൽ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം. ഒരൊറ്റ സാമുദായിക നേതാവിനെയോ അല്ലെങ്കിൽ ഒരൊറ്റ മത നേതാവിനെയോ അടുപ്പിക്കുകയോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത നിലയിലാണ് ആ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സുകുമാരൻ നായർ പറഞ്ഞാൽ സുകുമാരൻ നായരെ അതുപോലെ തന്നെ പറയാനും, പിന്നെ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുമ്പോഴത്തേക്ക് അവരെ അതേപോലെ തന്നെ നേരിടാനും ഒക്കെ അന്ന് സർക്കാരും CPMും വളരെ ശക്തമായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നതിന് ശേഷം ഈ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതോടുകൂടിയാണ് ഈ സാധനങ്ങൾ മുഴുവനും തകിടം മറിഞ്ഞത്. അതിനുശേഷം ഇവരടുത്തൊക്കെ വളരെ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ഭയപ്പാടോടുള്ള ഒരു നിലപാട് CPM സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ആക്രമിച്ച നേതാവെന്ന് പറയുന്നത് പിണറായി വിജയനായിരിക്കും. കാസർഗോഡ് മുതൽ അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ആ സമയത്ത് പിണറായി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 2001 ആ കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഇതുപോലെ CPMനെതിരെ ശക്തമായ നിലപാട്, മലബാറിൽ CPMനെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് വെള്ളാപ്പള്ളി നടേശനെ നേർക്കുനേരെ നിന്ന് എതിർത്ത ആളാണ് പിണറായി വിജയൻ. പക്ഷേ അയാൾ പോലും ഇപ്പോൾ ഇയാളുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു സോഫ്റ്റ് ഓണർ കാണിക്കുക എന്ന് പറയുന്നത് അത് അത്ര CPMനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.